ഇൽമ് ഒരു ഗുരുമുഖത്ത് നിന്നിങ്ങനെ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മഅരിഫത്ത് ഉണ്ടായാൽ മതി. നോമ്പ് തുറയുടെ സമയമായപ്പോൾ ആകാശത്തു നിന്നൊരു സ്വർണ്ണത്തളിക ഇറങ്ങി വരുന്നു. നമുക്കുള്ള വലിയ വലിയ സ്ഥാനങ്ങൾ ഇങ്ങനെ കാണിച്ചു തരും. ഞാൻ വലിയ സ്ഥാനത്തിരിക്കുന്നതായി സ്വപ്നം കാണും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ബഗ്ദാദിലെ തെരുവോരങ്ങളിലൂടെ, അവിടെയുള്ള മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും മുന്നിലും പിന്നിലുമായി അണിനിരന്നുകൊണ്ട് പിശാചുക്കൾ പിന്നാലെ കൂടാറുണ്ട്. അവരുടെ കഴിവിൻ്റെ പരമാവധി എന്നെ പിഴപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആത്മീയ ജ്ഞാനികളുടെ ശിക്ഷണത്തിൽ ആത്മീയതയുടെ വഴിയിലേക്ക് പ്രവേശിച്ച് നിസ്കാരവും നോമ്പും നല്ല സ്വതക്കയും കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം എൻ്റെ മുമ്പിലേക്ക് നല്ല വസ്ത്രവും നല്ല ഒരു മനുഷ്യൻ്റെ രൂപവും ഭാവവുമുള്ള രീതിയിൽ ഒരു പിശാച് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇന്നിയാന മലക്കുൻ അർസലനി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിലേക്ക് അയച്ച ഒരു മലക്കാണ് ഞാൻ. അതായത് നിങ്ങൾ നന്നായി ഇബാദത്ത് ചെയ്യുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, സുഹുദും ജിഹാദുമൊക്കെ അള്ളാഹുവിന് വളരെ തൃപ്തികരമായ രീതിയിൽ ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ നിങ്ങളിൽ അള്ളാഹു മതിപ്പുള്ളവനാണ്. നന്നായി നിങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, കബൂൽ ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങൾ ഒരിക്കലും ഇബാദത്ത് ചെയ്യേണ്ടതില്ല. ഇബാദത്തിൻ്റെ മാധുര്യം നിങ്ങൾക്ക് കരസ്ഥമായിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അള്ളാഹു സ്വർഗം നൽകും. ഇബ്ലീസിൻ്റെ കാരണം നോക്കി ഒരൊറ്റ ഒന്നങ്ങ് പൊട്ടിച്ചു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഇബ്ലീസിനോട് പറഞ്ഞു, അൻത ഇബ്ലീസ്, നീ ഇബ്ലീസാണ്, നീ മലക്കല്ല, ഒരിക്കലും നീ മലക്കാവുകയില്ല. കാരണം മലക്കെന്ന് പറയുന്നത് അള്ളാഹു പറയുന്നത് അനുസരിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് മാത്രം യഫ്അലൂന മാ യുഅ്മറൂൻ, അള്ളാഹു പറഞ്ഞത് മാത്രം ചെയ്യുന്നവരാണ്. അള്ളാഹുവിൻ്റെ മുഴുവൻ വിധിവിലക്കുകളും അതേപടി അനുസരിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിനെതിരാണ് നീ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫഅ്ബുദ് റബ്ബക്, നീ നിൻ്റെ റബ്ബിനെ ആരാധിക്കുക, ഇബാദത്ത് ചെയ്യുക, ഹത്താ യഅ്തിയകൽ യഖീൻ, നിനക്ക് മരണം വരുന്നത് വരെ, നിൻ്റെ മരണം വരെ നീ ഇബാദത്ത് ചെയ്യണം, എന്നാലേ ഇബാദത്ത് പൂർണ്ണമാവുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, എൻ്റെ ഇബാദത്തിൽ തൃപ്തിപ്പെട്ടതായി പടച്ചവൻ പറയുന്നത് നീ ഉദ്ധരിക്കുന്ന ഈ വിഷയം ഒരിക്കലും ഉള്ളതല്ല, നീ പിശാചാണ്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഇൽമ് കുറേ വേണമെന്നൊന്നുമില്ല, കുറേ പഠിക്കണമെന്നൊന്നുമില്ല, മഅരിഫത്ത് ഉണ്ടായാൽ മതി. ഇൽമ് ഒരു ഗുരുമുഖത്ത് നിന്നിങ്ങനെ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ അള്ളാഹു തനിയെ നൽകും, തരും എന്നൊക്കെ. ശുദ്ധ അസംബന്ധം. കള്ള ഷെയ്ഖിൻ്റെ ആദ്യത്തെ വാദം ഇതായിരിക്കും. കാരണം ഷെയ്ഖിനോ അറിവുണ്ടാകില്ല, ഈ മുരീദായി വരുന്ന ആൾക്ക് അറിവുണ്ടാകാനും പാടില്ല. കാരണം അവനക്ക് അറിവുണ്ടായാൽ അവൻ തിരിച്ചറിയുകയും ഈ ഷെയ്ഖിനെ ഉപേക്ഷിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ അറിവിനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതി തീർച്ചയായും അവരിൽ നിന്നുണ്ടാകും. സാധാരണക്കാർ അത് വിശ്വസിക്കുകയും അവരുടെ കൂടെ കൂടുകയും ചെയ്യും, പിഴച്ചു പോകും. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കൂ നാം. ഏറ്റവും വലിയ ഷെയ്ഖ് അവിടുന്നാണല്ലോ. ഖുത്ബുൽ അഖ്താബ്, ഔലിയാക്കളുടെ നേതാവാകുന്ന അഖ്താബുകളുടെയും ഖുത്ബാണ് മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. 33 വർഷക്കാലമാണ് ഇൽമിന് വേണ്ടി മാത്രം ചിലവഴിച്ചത്. പിശാച് പല രൂപത്തിലും വരും. മലക്കിൻ്റെ രൂപത്തിൽ വരാം, മനുഷ്യൻ്റെ രൂപത്തിൽ വരും, നമ്മുടെ ഉമ്മയുടെ രൂപത്തിൽ, ഉപ്പയുടെ രൂപത്തിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ രൂപത്തിൽ. എല്ലാത്തിനും പുറമെ നാം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന നമ്മുടെ ഉസ്താദിൻ്റെ രൂപത്തിൽ, നമ്മുടെ ഷെയ്ഖിൻ്റെ രൂപത്തിൽ പോലും പിശാച് വരും. പിഴപ്പിക്കാൻ വേണ്ടി അവനെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി അവൻ ചെയ്യും. അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് പിടിച്ചു നിന്നത് അവരുടെ ഇൽമ് കൊണ്ടായിരുന്നു, അറിവ് കൊണ്ടായിരുന്നു. അഗാധമായ അറിവ്. ഗുരുമുഖത്ത് നിന്ന്, ഉസ്താദുമാരിൽ നിന്ന് ധാരാളമായി ത്യാഗം സഹിച്ചുകൊണ്ട് 33 വർഷത്തെ നീണ്ട അറിവന്വേഷണ യാത്ര,
ആ അറിവിൻ്റെ ബലമായിരുന്നു മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന് ഇബ്ലീസിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം അങ്ങനെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. മറ്റൊരിക്കൽ ഷേഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന് മുതൽ എല്ലാ ദിവസവും ഞാൻ സുന്നത്ത് നോമ്പെടുക്കും, ഒരു ദിവസവും ഒഴിയാതെ. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് സ്വർഗത്തിൽ നിന്ന് എപ്പോഴാണോ ഭക്ഷണം കൊണ്ടുവരുന്നത്, സ്വർഗത്തിലെ പഴങ്ങളും സ്വർഗത്തിലെ ഭക്ഷണങ്ങളും എനിക്ക് അല്ലാഹു നേരിട്ട് എന്നാണോ ഇറക്കിത്തരുന്നത്, ആ ദിവസം വരെ ഞാൻ നോമ്പെടുത്തുകൊണ്ടേയിരിക്കും, ഒരിക്കലും നോമ്പ് ഒഴിവാക്കുകയില്ല. ഞാൻ അല്ലാഹുവിന് വേണ്ടി നേർച്ചയാണ് 29 ദിവസം നോമ്പെടുത്തു. 30ാമത്തെ ദിവസം നോമ്പ് എടുത്തു. ഏകദേശം മഗ്രിബിനോടടുത്തു. നോമ്പ് തുറയുടെ സമയമായപ്പോൾ ആകാശത്തു നിന്നൊരു സ്വർണ്ണത്തളിക ഇറങ്ങി വരുന്നു ഷേഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ. ആ സ്വർണ്ണത്തളികയുടെ അടുത്ത് ഒരു മലക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയാണ്, ഇന്നി അന മലക്കുൻ അർസലനി അല്ലാഹു നിയോഗിച്ച, അല്ലാഹു നിങ്ങളിലേക്ക് അയച്ച ഒരു മലക്കാണ് ഞാൻ. ഇത് നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള അല്ലാഹു സ്വർഗത്തിൽ നിന്ന് തന്നുവിട്ട ഭക്ഷണങ്ങളാണ്. ഷേഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഇബ്ലീസിനെ ആട്ടിയോടിച്ചു. ആ നിൽക്കുന്നത് മലക്കല്ലെന്നും ഇബ്ലീസാണെന്നും ഷേഖ് അവറുകൾക്ക് മനസ്സിലായി. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ ഓർഡറുകൾ യഥാവിധി അനുസരിക്കുന്ന, നന്മകളിലേക്ക് മാത്രം മനുഷ്യനെ നയിക്കുന്ന മലക്കുകൾ ഒരിക്കലും ഒരു പുരുഷൻ്റെ മുന്നിലേക്ക് ഭക്ഷണവുമായി സ്വർണ്ണത്തളികയിൽ വരില്ല. സ്വർണ്ണത്തളികയിൽ ഭക്ഷണം കഴിക്കൽ പുരുഷന് ഹറാമാണ്. ആ ഹറാം ചെയ്യിപ്പിക്കുന്നവൻ പിശാചാണ്. അത് മനസ്സിലാക്കാൻ മഹാനവറുകളുടെ അറിവ് കൊണ്ട് മഹാനവറുകൾക്ക് സാധിച്ചു. ചില ശൈഖുമാരുണ്ട്, അത് എൻ്റെ റബ്ബ് എനിക്ക് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ പറ്റിച്ച് ബോധിപ്പിച്ച് ജീവിക്കുന്നവർ, അവരും അതങ്ങനെ തന്നെ ബോധിച്ച് വച്ചിരിക്കുകയാണ്. മനസ്സിലാക്കേണ്ടത് പിശാചാണോ മലക്കാണോ മുന്നിൽ വന്നത് എന്ന് തിരിച്ചറിയാനുള്ള നല്ല അറിവ്, അഗാധമായ അറിവ്, നല്ല ആഴത്തിലുള്ള അറിവ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രമേ ത്വരീഖത്തിൻ്റെ, മശായിഖന്മാരുടെ, ദിക്റിൻ്റെ സിൽസിലയുടെ വഴിയിലേക്ക് നാം പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ വഴിപിഴച്ചു പോകുമെന്നുള്ളത് തീർച്ചയാണ്. താനി തെമ്മാടിയായി നടക്കുന്ന ആളുകൾ, അവരുടെ അടുത്തേക്ക് പിശാച് പിന്നെ തിരിഞ്ഞു നോക്കില്ല. കാരണം അവർ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നേക്കാൾ മോശമാണ് അവർ, പിന്നെന്തിനാണ് അവരെ മോശമാക്കുന്നത് എന്ന രീതിയിലാണ് പിശാചിൻ്റെ കോൺസെപ്റ്റ്. പക്ഷേ ചെറുതായി അമലുകളൊക്കെ ചെയ്ത് ഇൽമൊക്കെ പഠിച്ച് നന്നാവാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ അടുത്താണ് പിശാച് പലപ്പോഴും പ്രത്യക്ഷപ്പെടുക. പല രൂപത്തിലും, അവരുടെ അടുത്ത ആളുകളുടെ രൂപത്തിൽ, വലിയ അറിവുള്ള ആളുകളുടെ രൂപത്തിൽ, അവർ ഏറ്റവും ബഹുമാനിക്കുന്ന ആളുകളുടെ രൂപത്തിലൊക്കെ പ്രത്യക്ഷപ്പെടും. നന്മയാണെന്ന് കരുതുന്ന പലതും ഉപദേശിക്കും. സ്വപ്നങ്ങളിൽ വരും, സ്വപ്നങ്ങളിൽ ഷെയ്ഖിൻ്റെ രൂപത്തിൽ വരും, സ്വപ്നങ്ങളിൽ വലിയ സ്ഥാനങ്ങൾ അവർക്ക് വെച്ചു കൊടുക്കും. ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഉഷാറാകുമെന്ന് പറഞ്ഞ് നല്ല ഉപദേശങ്ങൾ കൊടുക്കും. നന്മയാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന രീതിയിൽ ആദ്യം ഉപദേശിച്ച് ഈ സ്വപ്നത്തിൽ വരുന്ന പിശാചിനെ വിശ്വസിപ്പിച്ചതിന് ശേഷം പിശാച് പിന്നെ ശിർക്കിലേക്കും തിന്മകളിലേക്കും തെറ്റുകളിലേക്കും കൊണ്ടുപോകും. ആദ്യം പിശാച് ചെയ്യുന്നത് നമുക്കുള്ള വലിയ വലിയ സ്ഥാനങ്ങൾ ഇങ്ങനെ കാണിച്ചു തരും. ഞാൻ വലിയ സ്ഥാനത്തിരിക്കുന്നതായി സ്വപ്നം കാണും, എൻ്റെ ഭാര്യ വലിയ സ്ഥാനത്തിരിക്കുന്നതായി സ്വപ്നം കാണും, ഞാൻ കൂട്ടുകൂടിയ എൻ്റെ ആളുകളൊക്കെ വലിയ സ്ഥാനത്തിരിക്കുന്നത് ഇങ്ങനെ സ്വപ്നത്തിൽ ദർശിക്കും. അപ്പോൾ അറിയാതെ മനസ്സിൽ അഹങ്കാരത്തിൻ്റെ മുളകൾ പൊട്ടാൻ തുടങ്ങും. ആ അഹങ്കാരമാണ് ഇബ്ലീസിന് ആവശ്യം. ഏറ്റവും വലിയ തെറ്റ് അഹങ്കാരമാണെന്ന് ഇബ്ലീസിന് അനുഭവത്തിലൂടെ അറിയാം. കാരണം അഹങ്കാരം കൊണ്ട് സ്വർഗം നഷ്ടപ്പെട്ടവനാണ് ഇബ്ലീസ്. അൽ കിബ്റു സഫീറുൽ കുഫ്ർ, കുഫ്റിലേക്കുള്ള, കാഫിറാകാനുള്ള, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു വഴിയാണ് അഹങ്കാരമെന്ന് പറയുന്നത്. അത്
ഒരണുമണി തൂക്കം ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയാണ് വലഅഹുല്ലാ, അള്ളാഹു അവനെ വെച്ച് കളയും, താഴ്ത്തിക്കളയും. മൻ തവാലഅ റഫഅഹുല്ലാ, തവാലുഅ കാണിച്ച് വിനയം കാണിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു ധാരാളമായി ഉയർത്തുകയും ചെയ്യും. അള്ളാഹു നമ്മയൊക്കെ അവൻ്റെ ഉയർന്ന ദറജയേറിയ ഉലമാക്കളിലും അള്ളാഹുവിൻ്റെ അഹ്ലുകാരിലും ഉൾപ്പെടുത്തി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനെ. ഔലിയാക്കൾ അമ്പിയാക്കളുടെ മദദ്, ഹിഫ്ള്, ഹിമായത്ത്, തെർബിയത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.